സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുമ്പോഴും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടരുന്നു. പിണറായി സർക്കാരും സൈബർ പോരാളികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആയുധമാക്കിയ വൈദ്യുതി സ്വയം പര്യാപ്തത വെറും പ്രഹസനമായി മാറിക്കഴിഞ്ഞു. നിലവിലെ പ്രതിസന്ധി പ്രകൃതിദത്തമല്ല, മറിച്ച് സർക്കാർ ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സംസ്ഥാനത്ത് വേനൽ കടുക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഇരുട്ടടി ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളെ പൊറുതിമുട്ടിച്ചുള്ള KSEBയുടെ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സൂര്യാഘാത ഭീഷണിയും കടുത്ത ഉഷ്ണതരംഗവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പില്ലാതെയുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും അനുഭവപ്പെടുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തെളിയിക്കുന്നത്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ചൂട് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ വൈദ്യുതി വിതരണം തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറുകളോളമാണ് വൈദ്യുതി തടസ്സപ്പെടുന്നത്. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് പിണറായി സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രായോഗികമായി പലയിടത്തും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. പകൽ സമയത്തെ താപനില 40 ഡിഗ്രിക്ക് മുകളിലെത്തുമ്പോൾ AC-കളുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി ഉപയോഗം റെക്കോർഡിലെത്താൻ കാരണമായത്. ഇതോടെ ട്രാൻസ്ഫോമറുകൾക്ക് അമിതഭാരം ഉണ്ടാവുകയും സാങ്കേതിക തകരാറുകൾ പതിവാവുകയും ചെയ്യുന്നു. എന്നാൽ തകരാറുകൾ പരിഹരിക്കാൻ KSEB വൈകുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. രാത്രികാലങ്ങളിലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കുട്ടികളെയും വയോധികരെയും രോഗികളെയും അടക്കം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വരും ദിവസങ്ങളിൽ ഉപഭോഗം ഇനിയും വർദ്ധിച്ചാൽ വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.